السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على نور الأنوار وسر الأسرار وترياق الأغيار مفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وفضال. اللهم صل على النور وآله صلاة تيسر أموري. اللهم صل على سيدنا محمد النور وآله صلاة تنور قلبي وخطابي. اللهم صل على سيدنا محمد النور وآله صلاة تجعل كلامي ملهما نافعا. ഹദീസ് നമ്പർ 34. സംഘടിത നിസ്കാരങ്ങളും ജുമുഅയും ഉപേക്ഷിക്കുന്നതിൻ്റെ അനന്തരഫലങ്ങൾ എന്നതാണ് ഇന്ന് നമുക്കുള്ള ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലയൻതഹിയന്ന അഖ്വാമുൻ, ഒരു വിഭാഗം ആളുകൾ, ജനതകൾ അവസാനിപ്പിക്കുക തന്നെ വേണം. അത് അറബി ഭാഷാ പ്രകാരം ഫിഅലിൻ്റെ വെർബിൻ്റെ അവസാനത്തിലുള്ള ശക്തമായ തേക്കീദിൻ്റെ നൂന് ആ കാര്യത്തെ ഗൗരവം കാണിക്കുന്നു. ലയൻതഹിയന്ന, അവസാനിപ്പിക്കുക തന്നെ വേണം തീർച്ചയായും. അഖ്വാമുൻ, ഒരു വിഭാഗം ആളുകൾ, അൻ വദ്ഇഹിം, അവരുപേക്ഷിക്കുന്നതിനെ തൊട്ട്, അൽ ജുമുഅത്തി, ജുമുഅകളെ. അപ്പോൾ ഒന്നിലധികം ജുമുഅകൾ മനഃപൂർവ്വം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് അപകടകരമാണ്. ഔ ലയഖ്തിമന്നല്ലാഹു അലാ ഖുലൂബിഹിം, അവർ ഇപ്രകാരം ഈ നില തുടർന്നു കഴിഞ്ഞാൽ അള്ളാഹു താല അവരുടെ ഹൃദയങ്ങളിൽ സീല് വെക്കും. അള്ളാഹു ഒരു സീല് വെക്ക്, മുദ്രണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നന്മയുടെ പ്രവേശനം അസാധ്യമാകും. മറ്റു ഹൈറാത്തുകൾ അവിടെ പ്രകാശിക്കുകയില്ല. തഖ്വയുടെ ജ്വലനം അവിടെ ഉണ്ടാവുകയില്ല. അപകടകരമായ സാഹചര്യങ്ങളിലേക്കാണ് അവരുടെ ഹൃദയം പോകുന്നത്. സുമ്മ ലയകൂനന്ന മിനൽ ഗാഫിലീൻ, പിന്നീട് അവർ അശ്രദ്ധമാരിൽ പെട്ടുപോകും. അശ്രദ്ധവാന്മാരെന്ന് പറഞ്ഞാൽ സമയത്തു കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ഏറ്റവും അടുത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ആഖിറത്തെക്കുറിച്ചുള്ള ബോധം ഇല്ലാത്ത അവസ്ഥ. എത്ര മരണം കണ്ടാലും, എത്ര പ്രളയം കണ്ടാലും, എത്ര ദുരന്തങ്ങൾ കണ്ടാലും ആഖിറത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഉണ്ടാവുകയില്ല. അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ വരുന്ന അപകടങ്ങളെക്കുറിച്ച്, കുടുംബങ്ങളെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച്, സമ്പത്തിനെക്കുറിച്ച് ഒന്നും അവർക്ക് ബോധമുണ്ടാവുകയില്ല. അള്ളാഹു ഹൃദയത്തിന് സീല് വെച്ച് കഴിഞ്ഞാൽ അപകടകരമായ സംഗതികൾ എപ്പോഴാണോ വന്ന് ഭവിക്കുന്നത് അപ്പോൾ മാത്രമായിരിക്കും അവർക്ക് ഓർമ്മയും ബോധവും വരിക. അപ്പോഴേക്കും വൈകിപ്പോയിട്ടുണ്ടാവും. അള്ളാഹു തആല നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഹദീസ് നമ്പർ 35. ജംഉ സ്വലാത്തൈനി, രണ്ടു നിസ്കാരങ്ങൾ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് നിസ്കരിക്കുന്നതിനാണ് ജംഉ സ്വലാത്തൈനി എന്ന് പറയുക. യാത്രക്കാരൻ യാത്രയിലാകുന്ന സമയത്ത് അദ്ദേഹത്തിന് ളുഹുറും അസ്വറും ഒരുമിച്ച് നിസ്കരിക്കാം. ളുഹുറിൻ്റെ സമയത്ത് മഗ്രിബും ഇശാഉം ഒരുമിച്ച് നിസ്കരിക്കാം, ഇശാൻ്റെയോ മഗ്രിബിൻ്റെയോ സമയത്ത്. അതുപോലെ തന്നെ ളുഹുറും അസ്വറും അസ്വറിൻ്റെ സമയത്തും എന്ത് ചെയ്യാം, നിസ്കരിക്കാം. ളുഹുർ നിസ്കരിക്കുന്ന സമയത്ത് യാത്രക്കാരൻ്റെ നിബന്ധനകളൊക്കെ പറയുന്നുണ്ട്. 132 കിലോമീറ്ററുള്ള യാത്രയാവണം, ഹലാലായ ഉദ്ദേശത്തുള്ള യാത്രയാവണം, സ്വന്തം നാടിൻ്റെ പരിധി വിട്ടുകൊണ്ടുള്ള കിലോമീറ്റർ ആയിരിക്കണം. സ്വന്തം നാട്ടിൽ തന്നെ 132 കിലോമീറ്റർ യാത്രയാണെങ്കിൽ അവൻ യാത്രക്കാരൻ്റെ ഇളവ് അവർ കിട്ടൂല. അവൻ്റെ നാടിൻ്റെ ബൗണ്ടറി അവൻ ഭേദിച്ചു കിടക്കണം. അങ്ങനെ ഒന്നാം നിസ്കാരത്തിൽ, മഗ്രിബ് ആവട്ടെ ളുഹുർ ആവട്ടെ, അതിൽ അടുത്ത നിസ്കാരം ഇശാഇനെയും അസ്വറിനെയും ഈ നിസ്കാരത്തോടു കൂടെ യോജിപ്പിക്കുന്നു എന്ന് നിയത്ത് വെച്ച് സലാം വീട്ട് കഴിഞ്ഞ ഉടനെ അസ്വർ നിസ്കരിക്കുക, സലാം വീട്ട് കഴിഞ്ഞ ഉടനെ ഇശാം നിസ്കരിക്കുക. ഇതാണ് ജംഉ തഖ്ദീം. ആദ്യ നിസ്കാരത്തിൻ്റെ സമയത്ത് രണ്ടാമത്തെ നിസ്കാരത്തെ നിസ്കരിക്കുന്നതിന്. മറ്റൊന്ന് ജംഉ തഖീർ വരും. ജംഉ തഖീർ എന്ന് പറയുമ്പോൾ ളുഹുറിൻ്റെ സമയത്ത് ളുഹുർ നിസ്കരിക്കാതെ ളുഹുറിനെ അസറിലേക്ക് മാറ്റി വെക്കുക. മഗ്രിബിൻ്റെ സമയത്ത് മഗ്രിബ് നിസ്കരിക്കാതെ മഗ്രിബിനെ ഇശായിലേക്ക് മാറ്റി വെക്കുക. ളുഹുറും മഗ്രിബും ഖളാ ആവുകയില്ല. അതിനെന്തു വേണം? ളുഹുറിൻ്റെ സമയം ബാങ്ക് കൊടുത്ത് അസ്വറിൻ്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പൂർണ്ണമായ നിസ്കാരം നിസ്കരിക്കാനുള്ള ഒരു സമയം ബാക്കിയിരിക്കെ, അപ്പോൾ 3:30-ക്കാണ് അസ്വർ ബാങ്ക് എങ്കിൽ ഒരു 3:25-നെങ്കിലും 12:30-ക്ക് ളുഹുർ ബാങ്ക് കൊടുത്തതിന് ശേഷം ഒരു 3:25-ന് മുമ്പായിട്ടെങ്കിലും ഞാൻ ളുഹുറിനെ അസ്വറിലേക്ക് പിന്തിക്കുന്നു എന്ന്, ഞാൻ മഗ്രിബിനെ ഇശായിലേക്ക് പിന്തിക്കുന്നു എന്ന് നിയത്ത് വെച്ച് കഴിഞ്ഞാൽ
ശേഷം അവന് അസുറിൻ്റെ സമയത്ത് ളുഹർ നിസ്കരിക്കാം. ളുഹർ ആദ്യം നിസ്കരിച്ച് അസർ പിന്നെ നിസ്കരിക്കലാണ് സുന്നത്തായ രൂപം. ഇനി ആദ്യം അസുർ നിസ്കരിച്ച ശേഷം ളുഹർ നിസ്കരിക്കാം, അതും കുഴപ്പമില്ല. ളുഹറും അസറും നിസ്കരിക്കുന്നതിനിടയിൽ അവിടെ തർത്തീബ് മുവാലാത്ത് വേണമെന്നില്ല. അതായത് ഏതൊരു നിസ്കാരം നിസ്കരിച്ച ഉടനെ അടുത്ത് നിസ്കരിക്കണം എന്നുള്ളത് പിന്തിച്ച് നിസ്കരിക്കുമ്പോൾ ഉണ്ടാവുന്നില്ല. അപ്പം മഗ്രിബ് പ്രകാരം നിയത്ത് വെച്ച് ഷാലേക്ക് പിന്തിച്ച മഗ്രിബ് സുബഹിൻ്റെ മുമ്പ് മഗ്രിബ് നിസ്കരിച്ചാൽ മതി, സുബഹിൻ്റെ മുമ്പ് ഇശാ നിസ്കരിച്ചാൽ മതി. ആദ്യം ഏത് നിസ്കരിക്കണം എന്നുള്ളത് സുന്നത്താണ് ഉള്ളത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫിഖ്ഹിയായ മസ്അലകൾ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ ഇർതഹല ഖബ്ല അൻ യസ്തസീഗ ശംസു, സൂര്യൻ തെറ്റുന്നതിന് മുമ്പായിക്കൊണ്ട് അവിടുന്ന് യാത്ര പോയി കഴിഞ്ഞാൽ അഖറ ളുഹുറ, ളുഹുറിനെ പിന്തിക്കും, മിലാ വക്തിൽ അസ്വരി, അസ്വറിലേക്ക്. അപ്പോൾ ളുഹുറിൻ്റെ മുമ്പ് അവിടുന്ന് യാത്ര തുടങ്ങിക്കഴിഞ്ഞ് ളുഹുറിൻ്റെ സമയത്ത് യാത്രയിലാണെങ്കിൽ ഇനി എന്ത് ചെയ്യും? ളുഹുറിനെ അസ്വറിലേക്ക് പിന്തിക്കും. സുമ്മ നസല, പിന്നെ അവിടുന്ന് ഇറങ്ങും. ഫജമാ ബൈനഹുമ, രണ്ടു നിസ്കാരവും കൂട്ടി നിസ്കരിക്കും. വൈൻ സാഗത്തി ഷംസു കബല ഇർത്തഹില, ഇനി അവിടുന്ന് പോകുന്നതിന് മുമ്പായിക്കൊണ്ട് സൂര്യൻ എന്തായി കഴിഞ്ഞാൽ നീങ്ങിക്കഴിഞ്ഞാൽ സ്വല്ല ളുഹുറ, ളുഹുർ എന്ത് ചെയ്യും? നിസ്കരിക്കും. സുമ്മ റക്കിബ, പിന്നെ എന്ത് ചെയ്യും? അവിടുന്ന് യാത്ര പോകും. അപ്പോൾ ളുഹുർ നിസ്കരിക്കുമ്പോൾ അപ്പോൾ അസുറും അതിൽ നിസ്കരിക്കാം എന്നുള്ളത് ഈ ആശയത്തിന് അവിടെ കിട്ടും. അപ്പോൾ ളുഹുർ അസുർ നിസ്കരിച്ചിട്ട് യാത്ര പോകും. അതല്ല നാട്ടിൽ തന്നെയാണ് എങ്കിൽ എന്ത് ചെയ്യും? ളുഹുർ നിസ്കരിക്കും. പിന്നെ ഇനി അസുറിൻ്റെ സമയത്ത് ആയത്തുന്ന സ്ഥലത്ത് വെച്ചിട്ട് അസുറിൻ്റെ ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും? അസുർ നിസ്കരിക്കും. ഇതാണ് ഹദീസിൽ അതിനെക്കുറിച്ച് വന്നിട്ടുള്ളത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഭാഗങ്ങളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മസ്വല. അപ്പോൾ ഹബീബായ തങ്ങൾ ഇപ്രകാരം ചെയ്യാറുണ്ടായിരുന്നു. അടുത്ത ഹദീസ് നമ്പർ 36, ഖസുറു സ്വലാത്തി. നേരത്തെ നമ്മൾ പറഞ്ഞത് ജംഉ സ്വലാത്താണ്. ജംഉ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് നിസ്കാരത്തെ ഒരു സമയത്തായിട്ട് നിസ്കരിക്കുന്നതിനാണ് ജംഉ സ്വലാത്ത് എന്ന് പറയാം. അടുത്തത് ഖസുറു സ്വലാത്ത്. ഖസുറു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ 4 റക്അത്തുള്ള ഫർള് നിസ്കാരത്തെ നിബന്ധനത്തെ യാത്രയിൽ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കുന്നതിനാണ് ഖസുർ എന്ന് പറയുക. ഖസുർ എന്ന് പറഞ്ഞാൽ ചുരുക്കുക, ചെറുതാക്കുക, നിലവിലുള്ളതിനെ സംഗ്രഹിക്കുക എന്നൊക്കെയാണ് ഖസുറിൻ്റെ അർത്ഥം. അപ്പോൾ ഖസുർ സ്വലാത്ത് പറഞ്ഞാൽ 4 റക്അത്തുള്ള ഫർള് നിസ്കാരത്തെ രണ്ടാക്കുക. അപ്പോൾ 2 റക്അത്തുള്ള ഫർളായ സുബഹിയെ ഖസുറാക്കാൻ പറ്റൂല, 3 റക്അത്തുള്ള ഫർളായ മഗ്രിബിനെയും ഖസുറാക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ സഅൽതു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖസുരി സ്വലാത്തി. അപ്പോൾ ഫഖാല, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ ഖറജ മസീറത്ത സലാസത്തി അംയാലിൻ, 3 മൈലുകൾ അവിടുന്ന് യാത്ര പോയി കഴിഞ്ഞാൽ, ഔ സലാസത്ത ഫറാസിഹ, അല്ലെങ്കിൽ 3 ഫർസഖുകൾ. ഷുബത്ത് റാവിക്ക് സംശയമുണ്ട്, ഫർസഖ് എന്നാണോ പറഞ്ഞത് മൈൽ എന്നാണോ പറഞ്ഞതെങ്കിൽ സ്വല്ലാ റക്അത്തൈൻ, അവിടുന്ന് എന്താക്കാറുണ്ടായിരുന്നു? 2 റക്അത്തായി നിസ്കരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ 3 ഫർസഖ് എന്ന് പറയുന്ന സമയത്ത് പിന്നെ അത് പല കണക്കിലും അവിടെ വരുന്നുണ്ട്. 3 മൈലുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 മൈൽ 9 കിലോമീറ്റർ വരുന്ന ഒരു മൈലിൻ്റെ കണക്കും ഫർസഖിൻ്റെ കണക്കും പറയുമ്പോൾ ഏകദേശം പിന്നെ കുറഞ്ഞ സമയങ്ങളായിരുന്നു. അപ്പോൾ ആ കുറഞ്ഞ സമയം എന്ന് പറഞ്ഞാൽ നിബിധങ്ങൾ 132 കിലോമീറ്റർ പോകുന്ന സമയത്ത് നാടിൻ്റെ പരിധി ഇത്ര കഴിയുമ്പോഴേക്കും ഖസുറാക്കാറുണ്ടായിരുന്നു എന്ന്. അപ്പോൾ നമ്മുടെ മതപ്രകാരം 132 കിലോമീറ്ററാണ് വേണ്ടത് ഖസുറാക്കാനും ജമ്മാക്കാനും. എന്നാൽ മാലിക്കി മതപ്രകാരം ചെറിയ യാത്രയിൽ തന്നെ ഖസുറാക്കാൻ പറ്റും. ചെറിയ യാത്രയാവണം. ഇപ്പോൾ നമ്മൾ റേഷൻ മേടിക്കാൻ വേണ്ടി മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ നമ്മൾ യാത്ര എന്ന് പറയാറില്ല. അപ്പോൾ ഒരു യാത്ര എന്ന് പറയുന്ന ആ ഒരു ഇതാകുമ്പോൾ അത് ചെറിയ യാത്രയാണെങ്കിലും എന്തു ചെയ്യേണ്ടതുണ്ട്? അത് ഖസുറാക്കൽ അനുവദനീയമാണ്. അപ്പോൾ 4 റക്അത്തുള്ള അസ്വറിനെ ളുഹറിനെ ഇശായിനെ രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കാം.